കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 35 മുതലുള്ള തിരുവചന ഭാഗം. യേശു അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, MSF സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനിക്കുന്ന ഒരു ദിവസമാണ്. ഇവിടെ തന്നെ 2 ബ്രദേഴ്സ് ഇതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും വ്രതവാഗ്ദാന നവീകരണം നടത്തി അവരുടെ ജീവിതം സുവിശേഷത്തിനായിട്ട്, സുവിശേഷവൽക്കരണത്തിനായിട്ട് സമർപ്പിച്ച് മുന്നേറുന്ന ബ്രദേഴ്സുണ്ട്. എനിക്കറിയാവുന്ന പോലെ കാരിസ്മോൻ MSF സഭയുടെ കീഴിലുള്ളൊരു സ്ഥാപനമാണ്, മിഷണറീസ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ്. ഈ മിഷണറിമാരിന്ന് 30-ലേറെ രാജ്യങ്ങളിലായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു സഭയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 1500 മിഷണറിമാരോളം ഉണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നവർ. ഒരു 11 പ്രോവിൻസ്, അതുകൂടാതെ വൈസ് പ്രോവിൻസ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ 7 പ്രോവിൻസസ് ഉണ്ട്. ഇന്ത്യയിൽ പലവണ്ണം അങ്ങനെ ലോകമാസകലം സ്പ്രെഡ് ചെയ്ത് മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരു സഭയാണ് MSF സഭ. നമ്മൾ MSF സഭയിലേക്ക് കൂടുതൽ ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് അച്ഛന്മാർക്ക് ക്വാളിറ്റി ഇല്ല, ഗുണമേന്മയില്ല, അച്ഛന്മാരങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്നും നല്ല വൈദികരുണ്ടാകാൻ, സന്യസ്തരുണ്ടാകാൻ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ദൈവവിളി കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. വിളി സ്വീകരിക്കുന്നവർ ആ വിളിയിൽ ഉറച്ചു നിൽക്കാനും നല്ല വൈദികരെ നമുക്ക് അതിലൂടെ ലഭിക്കാൻ നമ്മൾ പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മിഷൻ പ്രവർത്തനം ചെയ്യാനുള്ള കടമ നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. മിഷൻ പ്രവർത്തനം ഇത് ഏതാനും അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ ദൈവമക്കളിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സുവിശേഷവൽക്കരണം. ഇനി അത് ഏതെല്ലാം വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന സുവിശേഷ വേലയുണ്ട്. അത് ചെയ്യണം. അത് ചെയ്യുന്നില്ലെങ്കിൽ ദുരിതം എന്നാണ് 1 കൊരിന്തോസ് 9:16 വായിച്ചാൽ നമ്മൾ കാണുക. പൗലോസ് പറയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ അഹങ്കരിക്കാൻ വകയില്ല, എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ചെയ്യാവുന്ന സുവിശേഷ വേല ചെയ്യാതിരിക്കുന്നവർ ഈ ദുരിതം ക്ഷണിച്ചു വരുത്തുകയാണ്. അത് ഒഴിവാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. 1 കൊരിന്തോസ് 1:31 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനി അഭിമാനിക്കേണ്ടത് എന്തിലാണ്? ആരിലാണ്? ക്രിസ്ത്യാനി അഭിമാനിക്കേണ്ടത് യേശുക്രിസ്തുവിലാണ്. അഭിമാനിക്കുന്നവൻ യേശുക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കേട്ടതാണ്, ഈ യേശുവിനെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ നമ്മൾ ലജ്ജിക്കുകയല്ല ചെയ്യേണ്ടത്, അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സുവിശേഷവൽക്കരണത്തിൽ ഭാഗഭാക്കാകാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കാം. യേശുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അതിൽ വിശ്വസ്തത തെളിയിക്കുന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 5 രീതിയിൽ ഈ സുവിശേഷ വേല ചെയ്യാൻ പറ്റും. ഇതിൽ വേണമെങ്കിൽ ചിലർക്ക് 5 രീതിയിലും ചെയ്യാം, ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും ചെയ്യണം സുവിശേഷ വേല. ഇനി ഒന്നാമത്തെ കാര്യം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടതാണ്, പ്രാർത്ഥന. വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക.
ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പിള്ളേരില്ലേലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിള്ളേര് ഉള്ള ഫാമിലീസ് ഉണ്ട്, അവിടുന്ന് ദൈവവിളി ഉണ്ടാവും. പറയുണ്ടേ, ദൈവവിളി ഉണ്ടാകാനുള്ള നമ്മുടെ പ്രാർത്ഥന വലിയൊരു സുവിശേഷ വേലയായിട്ട് നമ്മളതിനെ കാണണം. രണ്ടാമതൊരു കാര്യമുണ്ട്, അതാണ് വാമൊഴിയ പ്രസംഗിക്കുക എന്നുള്ളത്. നമുക്കറിയാം, വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ആരെങ്കിലും പ്രസംഗിക്കാതെ ആര് കേട്ടിട്ട് വിശ്വസിക്കും? പറയുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ടാകണം. അതിന് വിളി നമുക്ക് ലഭിച്ചാൽ, നമ്മൾ ദൈവ വചനം വായിച്ചും അതിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ വചനം പ്രഘോഷിക്കാൻ നമുക്കും പറ്റും. ഒരു കാലത്ത് ഇങ്ങനെ ഇതിനൊന്നും കഴിവില്ലാതിരുന്ന എത്രയോ വ്യക്തികൾ ഇന്ന് നല്ല അഭിഷേകത്തോടെ വചനം പ്രഘോഷിക്കുന്നുണ്ട്. പറയുണ്ട്, ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമതൊരു രീതിയിൽ നമുക്ക് സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റും, അതാണ് ജീവിത സാക്ഷ്യം. യെശയ്യ 43:10 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നന്നായിട്ട് ജീവിക്കുന്നത് കൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റും. മാതാപിതാക്കളും നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ചില മക്കൾക്ക് അച്ഛനാകണം, കന്യാസ്ത്രീ ആകണം എന്നുള്ള ചിന്ത വന്നേക്കാം. നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് പ്രചോദനം ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിത സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമതായിട്ടൊരു വഴിയുണ്ട്, അതാണ് സഹനങ്ങൾ കാഴ്ചവെക്കുക. കത്തോലിക്കാ സഭ കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ എന്നെങ്കിലും അവർ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സഹനം എടുക്കേണ്ട പോലെ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാതെ കണ്ട് നമുക്ക് പ്രതികരിക്കാം. നന്നായിട്ട് നമ്മൾ ആ സഹനം എടുത്ത് കാഴ്ചവെച്ചാൽ അതൊരു സുവിശേഷ വേലയാണ്. അതിലൂടെ ആത്മാക്കളെ നേടാൻ പറ്റും, പാപികളുടെ മാനസാന്തരം ഉണ്ടാവും, അങ്ങനെ ദൈവവിളികളുണ്ടാവും, പല കാര്യങ്ങളും സംഭവിക്കും. അവസാനമായിട്ട് അഞ്ചാമത്തെ ഒരു രീതിയുണ്ട്, അതാണ് നമ്മുടെ സമ്പത്ത് കൊണ്ട് സുവിശേഷവൽക്കരണം നടത്തുക എന്നുള്ളത്. നമ്മുടെ ഈ കാരിസ് ഭവൻ വഴി ഒരു 100 ഫാമിലീസ് എങ്കിലും സെമിനാരി സ്പോൺസേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. വൈദിക വിദ്യാർത്ഥികളെ അവർ സ്പോൺസർ ചെയ്ത് അങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ മുമ്പോട്ട് വന്നവരുണ്ട് MSF സഭയെ. അത് വലിയൊരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ലൂക്കായ 8-ാം അധ്യായം 2-ാമത്തെ വചനം വായിച്ചാൽ അവിടെ ചില സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂസായുടെ ഭാര്യ യോവാന്ന, സുസാന്ന, അങ്ങനെയുള്ള വ്യക്തികൾ, അവരൊക്കെ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് സുവിശേഷ വേല ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വചനം വിത്ത, ലൂക്കായ 8:11. അപ്പം അതുകൊണ്ട് ഈ വചനം വിത്താണെങ്കിൽ സുവിശേഷ വേലയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നതെല്ലാം ദൈവം വിത്താക്കി മാറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ട് ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സുവിശേഷ വേല ചെയ്ത് മുമ്പോട്ട് പോകും. അങ്ങനെ എന്നിലൂടെ ദൈവരാജ്യം വളരണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവരുടെ സകല കാര്യങ്ങളും കർത്താവ് നടത്തിക്കൊടുക്കും എന്നുള്ളത് ദൈവ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്.